നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എതിർത്തിട്ടും സീബുവിനെ വിശ്വസിച്ചാണ് പ്രസിഡന്റ് ഹാൻ ഈ പ്രോജക്റ്റ് അവനെ ഏൽപ്പിക്കുന്നത്. അവൻ യുഎസിൽ നിന്ന് തിരിച്ചു വന്നത് തന്നെ എക്സിക്യൂട്ടീവ് ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവന് യുഎസിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഇപ്പോൾ രണ്ടുപേരുടെയും ആവശ്യമാണ്. നിനക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ ഗ്രൂപ്പിൽ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ വേണം, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ വേണം. അത് നീ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും എന്ന് ഹാൻ അവനെ ഓർമ്മിപ്പിക്കും. ആദ്യം അവന്റെ മനസ്സിലേക്ക് വരുന്നത് ജീവൻ തന്നെയാണ്. ജീവന് പൊട്ടൻഷ്യൽ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഗുണങ്ങളെല്ലാം അവളിലുണ്ട്. അതുകൊണ്ടാണ് അവളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുന്നത്. പക്ഷെ അവൾ ആ ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് അവളെ ടീമിലേക്ക് കൊണ്ടുവരിക എന്ന് അവൻ ആലോചിച്ചുകൊണ്ടാണ് അന്നത്തെ ദിവസം ഓഫീസിലേക്ക് ചെല്ലുന്നത്. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ജീവൻ അന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. എല്ലാവർക്കും അത് സർപ്രൈസ് ആയി പോകും. നമുക്ക് 1 മാസത്തെ സമയമുള്ളൂ, ഒരാഴ്ച ഓൾറെഡി കഴിഞ്ഞു. ഇയാൾ ആ സമയം കൊണ്ട് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സമയത്തിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ക്യാങ് ജീവനെ ഓർമ്മിപ്പിക്കും. എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നൊരു ചിന്ത ജീവനുണ്ട്. അവളെ കീബോർഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കീബോർഡിന് നല്ല സൗണ്ട് ആണ്, അത് ഡിസ്ട്രാക്ടിങ് ആണ്, അതുകൊണ്ട് സൈലന്റ് ആയിട്ടുള്ള ഒരു കീബോർഡ് വാങ്ങണം എന്ന് അവൻ മെസ്സേജ് അയക്കും. ആകെ അവർ രണ്ടുപേരേ ഉള്ളൂ. അവൻ കുറച്ച് അവിടെ നിന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കേൾക്കാം. പക്ഷെ അവൻ മെസ്സേജ് അയച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പുതിയ ഐസ് ഡെവലപ്പ് ചെയ്ത അതിന്റെ ടെസ്റ്റ് റിസൾട്ട്സ് റെഡി ആയിട്ടുണ്ട്, നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് ക്യാൻ ജീവനെ വിളിച്ചുകൊണ്ട് പോകും. ഇയാളുടെ ഐഡിയ എന്തായാലും നന്നായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുതിയത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഡെവലപ്മെന്റ് ടീമിലെ ആൾ പറയുമ്പോഴത്തേക്കിനും സ്പൈക്സ് ആണെങ്കിൽ കുറച്ചും കൂടി വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയെന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അയാളും അവിടെ നിൽക്കുന്ന പെൺകുട്ടിയും ജീവനെ നോക്കും. കാരണം അന്ന് ഫാക്ടറിയിൽ വെച്ച് അവൾ പറഞ്ഞ ഐഡിയ ആയിരുന്നു അത്. ഒരു പക്ഷേ നേരത്തെയുള്ള ബോസിനെ പോലെ തന്നെയാണോ ഇവനെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണ്, ഇത് ചായയുടെ ഐഡിയ ആണ്, അന്ന് ഫാക്ടറിയിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത അതേ ഐഡിയ ആണെന്ന് അവൻ സമ്മതിക്കും. അന്നേ ഇയാൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും സമയം വേസ്റ്റ് ആകത്തില്ലായിരുന്നു എന്ന് ഡെവലപ്മെന്റ് ടീമിലെ ആൾ പറയും. എന്നിട്ട് അവർ ഐസ് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്കിനും ഇത്രയും പോരാ, കുറച്ചും കൂടി ശരിയാകാനുണ്ടെന്ന് ക്യാങ് അവരോട് പറയും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ് വെച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ക്യാങ് ജീവന്റെ അടുത്ത് പറയും. ജീവൻ തിരിച്ചു വരുമ്പോൾ മാനേജർ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. കുറച്ച് പേപ്പേഴ്സ് എന്റെ ടേബിളിൽ കൊണ്ടുവച്ചാൽ എല്ലാം ആയി എന്നാണോ വിചാരം? മൺഡേ ബ്രീഫിംഗ് ഉള്ളതാണെന്ന് ഇയാൾക്ക് അറിയത്തില്ലേ? അതിന്റെ റിപ്പോർട്ട് എവിടെയും ചോദിക്കും. എന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് മുഴുവൻ ഞാൻ മെയിൽ ചെയ്തു എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് മൺഡേ പ്രസന്റേഷൻ കൊടുക്കാനുള്ളതാണ്, അതിനുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് എനിക്ക് കിട്ടണം എന്ന് അയാൾ പറയും. ആരാണോ പ്രസന്റ് ചെയ്യുന്നത് അവർ വേണം റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അറിയത്തില്ലേ എന്നപ്പം ക്യാങ് അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കും. ഇയാളെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് അറിയത്തില്ലായിരിക്കും, ബാക്കി എല്ലാ ടീംസിലും കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങൾ എന്നും അങ്ങനെ തന്നെയായിരുന്നു എന്ന് അയാൾ പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ജീവൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് എൻ്റെ പ്രോജക്റ്റിന്റെ കാര്യം മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് ക്യാങ് വീണ്ടും പറയും. അവിടെ പ്രശ്നമാവുമെന്ന് മനസ്സിലാവുമ്പോൾ ഈ വീക്കെൻഡിനുള്ളിൽ ഞാൻ രണ്ടുപേർക്കും തരാനുള്ള റിപ്പോർട്ട് റെഡിയാക്കി തരാമെന്ന് ജീവൻ പറയും. അത് കേൾക്കുമ്പോൾ മാനേജർ തിരിച്ചു പോകും. ക്യാങ്ങിന് ദേഷ്യമോ, നമുക്കധികം സമയമില്ലാന്ന് ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞതല്ലേ, പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടതെന്ന് ഇയാൾ ഓൾറെഡി ഡിസൈഡ് ചെയ്യേണ്ട സമയമായി, മറ്റുള്ളവരുടെ വർക്കും കൂടി ചെയ്യാമെന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ടീമിൽ വേറെ ആർക്കെങ്കിലും ആ ജോലി പോകും, വെറുതെ അവർക്കൊരു ബേർഡൻ ആവണ്ടെന്ന് വിചാരിച്ചു എന്നാണ് അവൾ പറയുന്നത്. അത് ക്യാങ്ങിനെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. നോയ്ക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചി നല്ല സുന്ദരിയായിരുന്നു, നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു. എൻഗേജ്മെന്റ് വരെ ആ ഒരു റിലേഷൻ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എൻഗേജ്മെന്റ് വേണ്ടാന്ന് വെക്കും. അതിനുശേഷം ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ വെബ്നോവലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പറ്റുമെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാറില്ല, മേക്കപ്പ് ഒന്നും ഇടാറില്ല, അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ചേച്ചി. പണ്ട് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മുടിയും ബോബ് ചെയ്ത് കളഞ്ഞേക്കുകയാണ്. ചേച്ചി നല്ല ഹാപ്പി ആയിട്ടിരുന്ന സമയത്തെ അവർ രണ്ടും കൂടിയുള്ള ഒരു ഫോട്ടോ അവളുടെ മോണ്ടറിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ചേച്ചി എന്ത് ഭംഗിയാണ്, ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് അവളുടെ ടീമിലെ കൊളീഗ്സ് അവളുടെ അടുത്ത് ചോദിക്കും. ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണെന്ന് അവരോട് പറയും. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചൊന്നും അവൾ പിന്നീട് പറയുന്നില്ല. നോന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ചേച്ചി അവളെ അന്വേഷിച്ച് കമ്പനിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവളുടെ കൊളീഗ്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ അടുത്ത ഗെയിംസ് എന്തോ കളിക്കാൻ പോയിട്ട് അതേ ഡ്രസ്സിലാണ് ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ ചേച്ചി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ആ ഫോട്ടോയിൽ കാണുന്ന കൂട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കൊളീഗ്സ് കാണാതിരിക്കാൻ ചേച്ചിയെ പെട്ടെന്ന് തന്നെ നോ അവിടുന്ന് വിളിച്ചോളൂ. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും ജീവന്. അവൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കൂടെ ക്യാങ് ഇറങ്ങും. എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാനും വീട്ടിൽ പോകാറുണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് ഇവളുടെ കൂടെ ബസ്സിൽ കയറി ഇരിക്കാതെ അവിടെ നിൽക്കും. ഇരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ എന്നാണ് അവൻ പറയുന്നത്. ഇനി അടുത്ത ദിവസം മുതൽ അവൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങത്തില്ല എന്ന് അവൾ തീരുമാനിക്കും. ക്യാങ് ജീവന്റെ കൂടെ
അവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി അവളുടെ കൂടെ നടക്കും. എന്നെ വീട്ടിൽ കൊണ്ടുവിടണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വീടും ഇതേ വഴിക്കാണെന്നാണ് അവൻ പറയുന്നത്. വീട് മാറണമെന്ന് അവൾ ആലോചിക്കും. ഇയാൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ക്യാങ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ 2 വർഷമായി എന്ന് അവൾ പറയും. അപ്പോൾ അവൻ US-ലായിരുന്ന സമയത്താണ് അവൾ അവിടെ താമസം തുടങ്ങിയെന്ന് അവന് മനസ്സിലാവും. അതിന് മുമ്പ് അവൻ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഫ്രൈഡേ ആയിരുന്നു, പിറ്റേ ദിവസം വീക്കെൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നോവ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോകും. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവൻ വരുന്നത്. അവൻ എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇയാളെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ എന്ന് നോവ അവനോട് ചോദിക്കും. ആദ്യമായിട്ട് ഇയാളെ മീറ്റ് ചെയ്തപ്പോൾ ഇയാൾ ഓക്വേർഡ് ആയിരുന്നു, ടാക്കി ആയിരുന്നു. എനിക്ക് ചേരുന്ന ആളല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ എന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചതെന്ന് അവൾ പറയും. അന്ന് എനിക്ക് ഇയാളെ കാണുമ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ ഇയാളുടെ കൂടെ നടക്കാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് അണീസിനെസ് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നാണ് അവൾ പറയുന്നത്. ഉടനെ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾ ആകെ ഷോക്ക്ഡ് ആവും. എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഇയാളോടുള്ള ഫീലിങ്സ് നഷ്ടപ്പെട്ടു, മറ്റൊരാളെ ഇഷ്ടമാണ്. ഞാൻ ആ ആളുടെ അടുത്ത് അത് തുറന്നു പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇയാളെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് അവൻ പറയും. അവൾ ആ ഷോക്കിലിരുന്നിട്ട് ഇയാൾ എന്നെ ചീറ്റ് ചെയ്തു എന്ന് ഇയാളുടെ അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഞാൻ ചീറ്റ് ചെയ്തതല്ല എന്ന് വീണ്ടും പറയുകയാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇയാൾ ഇങ്ങോട്ടേക്ക് മാറിയത് പിന്നെ ഒരിക്കൽ പോലും എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇയാളെക്കാട്ടിലും ബിസിയാണ് ഞാൻ. പക്ഷെ അപ്പോഴും എനിക്ക് കുറ്റബോധം കാരണം ഇങ്ങോട്ടേക്ക് വന്ന് വിസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ബ്രേക്കപ്പ് ആവാൻ പറ്റത്തില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ വീണ്ടും നമ്മുടെ റിലേഷൻ ഇവിടെ അവസാനിച്ചു എന്ന് പറയും. നീ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കാം, ഈ പറഞ്ഞത് സത്യമല്ലെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞ് അവളെ മുട്ടുകുത്തി നിന്ന് അവനോട് ബെഗ് ചെയ്യും. അവൻ അപ്പോളജൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അവളെ ഒന്നും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും നിൽക്കത്തില്ല. കഫേയിലെ ആളുകളൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നോ അവിടെ നിന്ന് പൊട്ടിക്കരയും. അവൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് വരും. അവിടെ എത്തുമ്പോഴും അവൾ സങ്കടം കാരണം കരഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ആരോ വന്ന് ഒരു ക്യാപ്പ് വെച്ചിട്ട് അവളുടെ ഫേസ് മറച്ചു കൊടുത്തിട്ട് ഇയാൾ കരയുകയാണെങ്കിൽ ടീയേഴ്സ് ആളുകളിൽ നിന്ന് ഹൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. ഗായുവിന്റെ ജീവന്റെ ഒരു കോമൺ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് ഗായുൾ അവളെ കാണാനായിട്ട് ചെന്നിരുന്നു എന്ന് ചോദിക്കും. അവൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എല്ലാം വിഡ്രോ ചെയ്തിട്ട് പുതിയൊരു ആൽബം ഇറക്കാനായിട്ട് പോവുകയാണ്. അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, താമസിക്കാൻ സ്ഥലവും ഇല്ല. അപ്പോൾ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു എന്ന് പറയും. പണ്ട് അവൻ സോങ് ഒക്കെ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇയാൾ എന്തെങ്കിലും ഒരു ആൽബം ഇറക്കുകയാണെങ്കിൽ അതിന്റെ ടൈറ്റിൽ ട്രാക്കായിട്ട് ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അവൾ അന്നേരം ഓർക്കും. ഗായുൾ ഈ സമയത്ത് പുറത്ത് വന്നിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിൽ ലൈറ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ജീവൻ ചെന്ന് നോക്കുമ്പോൾ അവനെ അവിടെ ഒന്നും കാണത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവൾക്ക് ഗായുളിന്റെ ഒരു മെസ്സേജ് വരും. നമ്മളുടെ സോങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കൂ എന്നാണ് പറയുന്നത്. പണ്ട് അവൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ ലിറിക്സും അതിന്റെ ട്യൂണും ഒക്കെ കുറച്ചും കൂടി ശരിയാക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കേട്ട് അവൾ കരയും. ജീവൻ ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അവന് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ക്യാൻ ചോദിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അവള് അയച്ചു കൊടുത്ത ഫയലിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പഴയ ടീമിലെ ഒരാൾ വന്ന് പറയുന്നത് ക്യാൻ കേൾക്കുന്നുണ്ട്. അവൻ അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിലും മിസ്റ്റേക്സ് ഉണ്ട്. അവൾ ആകെ ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പുറത്തേക്ക് വരാനായിട്ട് ക്യാൻ അവളോട് പറയും. വീണ്ടും വീണ്ടും മിസ്റ്റേക്സ് വരുത്തുന്നത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ടീമിലേക്ക് ഇയാളെ എടുക്കത്തില്ലായിരുന്നു. ഇയാൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ക്യാൻ പറയുമ്പോൾ അവൾ അപ്പോളജൈസ് ചെയ്യും. ഇനിയും മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. എന്തൊക്കെയോ അണീസിനെസ് തോന്നിയിട്ട് ജീവൻ അവരുടെ ഓഫീസിലെ നഴ്സിനെ കാണാനായിട്ട് പോകും. ഇയാൾക്ക് ബോസ് സിക്നസ് ആണ്, ഇവിടെ വരുന്ന എംപ്ലോയീസിൽ കൂടുതൽ പേർക്കും ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ തന്നെയാണെന്നൊക്കെ നഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നോവ അവിടെ ഉണ്ടെന്ന് ജീവൻ കാണും. ബോയ് ഫ്രണ്ടുമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നോവ ജീവനുമായിട്ട് ഷെയർ ചെയ്യും. ഞാനന്ന് നേരത്തെ പോയ ദിവസം എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്കല്ല പോയതെന്ന് ജീവൻ അറിയാമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് മാനേജർ കോൾ എടുത്ത് സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ജീവന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയും. യൂഷ്വലി ഓഫീസിലേക്ക് ആദ്യം വരുന്നത് ക്യാങ് ആണ്. പക്ഷെ അന്ന് അവൻ വരുമ്പോൾ ജീവൻ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അവൻ ചെന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആവശ്യപ്പെട്ട റിപ്പോർട്ടെല്ലാം അവള് മെയിൽ ചെയ്ത് കൊടുക്കും. വേറെ എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അതും അവള് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ വീണ്ടും ഡെവലപ്മെന്റ് ടീമിനെ കാണാനായിട്ട് പോകും. അതിപ്പോ പണ്ടത്തെക്കാട്ടിലും ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങാമല്ലേ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഇതിലും നന്നാവണം എന്നാണ് അവൻ ഡെവലപ്മെന്റ് ടീമിന്റെ അടുത്ത് പറയുന്നത്. അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അവരെ എൻകറേജ് ചെയ്തിട്ടാണ് ജീവൻ അവിടുന്ന് വരുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ലോഞ്ചും എല്ലാം നീട്ടി വെക്കേണ്ടി വരുമെന്ന് ജീവൻ അവനെ ഓർമ്മിപ്പിക്കും. ഈ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു
ഹയർ ലെവലിലേക്ക് അത് എത്തണം എങ്കിൽ മാത്രമേ പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് അവൻ പറയും. എന്ത് വന്നാലും ഞാൻ ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോകുന്ന അവൾ മനസ്സിൽ വിചാരിക്കും. ഇയാൾക്ക് വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അന്നേരമാണ് ക്യാങ് ചോദിക്കുന്നത്. ഇല്ലാതെ പറയുമ്പോൾ എങ്കിലേ നമുക്ക് ഒന്നിച്ച് ഡ്രിങ്ക്സിന് പോകാമെന്ന് അവൻ പറയും. ജിയുണ്ണൻ കൂട്ടി ക്യാങ് പോകുന്നത് ഫ്രണ്ടിന്റെ കഫേയിലേക്കാണ്. ഫ്രണ്ട് ഡ്രിങ്ക്സിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഐസ് ആണ്. പക്ഷെ അത് നല്ല ക്ലിയർ ആണ്. എങ്ങനെയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയതെന്ന് ജിയൂൺ ചോദിച്ചു മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഡെവലപ്മെന്റ് ടീമിന്റെ അടുത്ത് ഇനിയും അത് ക്ലിയർ ആവണമെന്ന് ക്യാങ് പറഞ്ഞതെന്ന് ജിയൂണിന് മനസ്സിലാവും. കാരണം അത് അസാധ്യമായിട്ടുള്ള ഒന്നല്ല. തിരിച്ചു വരുമ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ക്യാങ് ജിയൂണിന്റെ അടുത്ത് ചോദിക്കും. ഞാനും എന്റെ എക്സ് ബോയ് ഫ്രണ്ടും ഇന്നലെയാണ് പ്രോപ്പർ ആയിട്ട് ബ്രേക്കപ്പ് ആയതെന്ന് അവൾ അവനോട് പറയും. അടുത്ത ദിവസം ഡെവലപ്മെന്റ് ടീമിന്റെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് ഇത് ശരിയായിട്ടില്ല, വീണ്ടും ചെയ്യണമെന്ന് ക്യാങ് പറയും. ഇനി മുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് തലേദിവസം തന്നെ ക്യാങ്ങിന്റെ അടുത്ത് ജിയൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പോയി കഴിയുമ്പോഴത്തേക്കിനും അവരെ എൻകറേജ് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കും. വീണ്ടും വീണ്ടും അവര് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും അവൻ വന്ന് നോക്കിയിട്ട് ശരിയായില്ല ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും ക്ഷമ നശിച്ചു തുടങ്ങും. പക്ഷെ ഓരോ പ്രാവശ്യവും സ്വന്തമായി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ക്യാങ് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം പ്രശ്നം എന്താണെന്ന് അവൻ കണ്ടുപിടിക്കും. ജിയൂണിനെ വിളിച്ചു വരുത്തിയിട്ട് എങ്ങനെയാണ് അത് തിരുത്തേണ്ടതെന്ന് ഡെവലപ്മെന്റ് ടീമിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയും. അവനെ ഒറ്റയ്ക്കാണ് അത് കണ്ടുപിടിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ അത് അങ്ങനെ ചോദിച്ചതെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവന് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. അവിടുന്ന് പിന്നീട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് ചെല്ലും. അവിടെ വെച്ച് വീണ്ടും ക്യാങ്ങിനെ കണ്ടുമുട്ടും. അവിടെയാണെങ്കിൽ മിക്കവാറും സാധനങ്ങൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അതല്ലെങ്കിൽ രണ്ടെണ്ണം ഒന്നിച്ചെടുക്കുമ്പോൾ ലാഭമായിട്ട് എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അവസാനം രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. അവിടുന്ന് തിരിച്ച് അവളെ ക്യാങ്ങാണ് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. വൈകിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചതെന്ന് അവൻ അന്വേഷിക്കുമ്പോൾ ഇയാള് ഓരോ പ്രാവശ്യവും അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ റീസൺ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എത്രമാത്രം ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ അന്നേരം തിരിച്ചറിഞ്ഞു എന്ന് അവൾ പറയും. അത് മനസ്സിലാക്കിയതിന് അവൻ അവളോട് താങ്ക്സ് പറയും. വീട്ടിലെത്തുമ്പോൾ അവളെ വെയിറ്റ് ചെയ്തിട്ട് ഗായുൾ അവിടെ ഉണ്ടാവും. അവിടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവൻ മേളിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് പോകും. ആളെ അറിയാമോ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾ പറയും. അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ചു നേരം കൂടി എന്റെ കൂടെ എവിടെ നിൽക്കാമോ എന്ന് ജിയൂൺ ക്യാങ്ങിന്റെ അടുത്ത് ചോദിക്കും. അവന്റെ കൈ പിടിച്ചുകൊണ്ട് ജിയൂൺ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഗായുൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്റെ ബോസ് ആണെന്ന് പറഞ്ഞ് അവള് പരിചയപ്പെടുത്തും. ജിയൂണിനെ നല്ലതുപോലെ നോക്കണം, അവളെ കുറച്ചുകൂടി നേരത്തെ വീട്ടിലേക്ക് വിടാൻ പറ്റുമോ എന്ന് ഗായുള് ക്യാങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കാനായിട്ട് ജിയൂൺ പറയുന്നുണ്ട്. മറ്റൊരാൾ പറയുന്നത് ജിയൂൺ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ക്യാങ് പറയുമ്പോൾ ജിയൂൺ എത്രമാത്രം stubborn ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്നാണ് ഗായുൾ പറയുന്നത്. എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഇയാൾക്ക് കുറച്ചു നേരം ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുമോ എന്ന് ഗായുൾ ചോദിക്കും. ഇതെന്റെ ബോസ് ആണ്, ഞങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അപ്പം ജിയൂൺ പറയും. ഇവനൊരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് എന്റെ ആദ്യത്തെ ലൈവ് മ്യൂസിക് ഷോ ആണ്, ഇത് കാണാൻ വരണം എന്ന് പറയും. അവളത് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ അവൻ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുക്കും. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഈ മ്യൂസിക് ഷോ കാണാൻ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും, നിന്നെ ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതൊരു ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ജിയൂൺ അപ്പോളജൈസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻ തിരിച്ചു പോകും. അവൻ കാറിലെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഗ്ലാസ്സിൽ കൂടി ഗായുൾ നടന്നു പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വിസിറ്റിംഗ് കാർഡ് ഗായുളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ കാർ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഗായുൾ അതെടുത്ത് നോക്കും. ഫൈനലി ക്ലിയർ ആയിട്ടുള്ള ഐസ് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്മെന്റ് ടീമിന് പറ്റും. അവരത് സെലിബ്രേറ്റ് ചെയ്യാൻ ടീം ഡിന്നറിന് പോകാൻ തീരുമാനിക്കും. ക്യാൻ യൂഷ്വലി ഇതിനൊന്നും ജോയിൻ ചെയ്യാറില്ല. പക്ഷെ അന്ന് ഞാൻ ട്രീറ്റ് തരാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഡിന്നറിന് പോകാം എന്ന് അവൻ പറയും. ഗായന്റെ ഷോ അന്നാണ്. അവിടെ ടീം ഡിന്നറിന്റെ ഇടയ്ക്ക് അവൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നത് ക്യാൻ ശ്രദ്ധിക്കും. ഹാങ് ഓവർ മെഡിസിൻ വാങ്ങാനാണെന്നുള്ള വ്യാജേന അവൻ ജിയൂണിനെ വിളിച്ച് പുറത്തിറങ്ങും. ഇന്നാണോ ഷോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അവൾ പറയും. ഞാൻ ഇയാളെക്കാട്ടിലും മൂത്തതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരു എക്സിന്റെ ഷോയ്ക്ക് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയതിനു ശേഷം പോകാൻ പറ്റുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങള് ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് അവൾ പറയും. എന്നാലും എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്, ഇയാൾക്ക് ഇപ്പോഴും ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ എന്ന് അവൻ വീണ്ടും ചോദിക്കും. ഫീലിങ്സ് ഇല്ല, പക്ഷെ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ക്യാങ് ബ്രേക്കപ്പ് ആയപ്പോൾ ആ മെമ്മറീസ് മുഴുവൻ മറന്നു കളഞ്ഞോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ മറന്നു കളഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. ഇയാൾക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇയാൾ തീർച്ചയായിട്ടും ആ ഷോയ്ക്ക് പോകണം, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവനവളെ പറഞ്ഞു വിടും. ജിയൂൺ ആണ് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവള് പോയി കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ ഓക്വേർഡ് ആവും. അവളെ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല എന്ന് എല്ലാ രീതിക്കും ക്യാങ്ങിന് തോന്നും. ടീം ഡിന്നർ പെട്ടെന്ന് തന്നെ അവസാനിക്കും. ജിയൂൺ ചെന്നൊന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഗായുള് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2-3 പാട്ടുകളൊക്കെ കഴിയുമ്പോൾ പണ്ട് എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എനിക്ക് പൈസ ഇല്ലായിരുന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത്, ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ
ഞാൻ മ്യൂസിക് തന്നെ വേണ്ടാന്ന് വെച്ചേനെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നമ്മളെ കല്യാണം കഴിഞ്ഞ് താമസിക്കുമ്പോൾ വലിയൊരു വീട് വാങ്ങണം, നല്ല യാർഡ് ഉണ്ടാവണം, അവിടെ നമുക്ക് ക്യാറ്റ്സിനെ ഒക്കെ വളർത്തണം എന്നൊക്കെ ഒരിക്കല് ജിയൂൺ ഗായളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ അവൻ എപ്പോഴും അത് മാറ്റിക്കളയാൻ ശ്രമിക്കാറുണ്ട്. കല്യാണത്തിന് അഗൻസ്റ്റ് ആണോ എന്ന് ജിയൂൺ അവൻ്റെ അടുത്ത് ചോദിക്കും. അതിന്റെ ആവശ്യമുണ്ടോന്ന് തോന്നുന്നില്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് താമസിക്കാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൻ അന്നേരം തിരിച്ചു ചോദിക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഷോസ് ഒക്കെ ചെയ്യാനായിട്ട് ഗായകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കേൾക്കാനൊക്കെ ആളുകൾ കുറവായിരുന്നു. അതിനുശേഷം അവൻ ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്തിട്ട് പൈസ സേവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രപ്പോസ് ചെയ്യാൻ ജിയൂൺ റെഡി ആയിട്ടിരുന്ന ദിവസം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞ് അവള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ ശരിക്കും അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്തൊരു പാക്കേജ് ഇരിക്കുന്ന കാണുമ്പോൾ അവനത് തുറന്നു നോക്കും. അതിൽ നിന്നാണ് അവൾ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഞാനൊരു ട്രിപ്പിന് പോവുകയാണെന്നും പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. പക്ഷെ അവൾ അത് അറിയുന്നില്ല. അവരുടെ റിലേഷൻഷിപ്പ് ഒന്നെങ്കിൽ കല്യാണത്തിൽ എത്തണം, അതല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു ജിയൂൺ ആ സമയത്ത്. പക്ഷെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ആ ഒരു ചോയ്സ് അന്ന് പ്രപ്പോസ് ചെയ്യുന്നതിലൂടെ ഗേളിന് കൊടുക്കാനാണ് അവൾ ശ്രമിച്ചത്. അത് ജിയൂൺ തിരിച്ചറിയും. ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള രണ്ട് ആൾക്കാരായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭാവിയെ പറ്റിയാണ് താൻ അത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ജിയൂൺ അവിടെ വെച്ചിട്ട് തിരിച്ചറിയും. എന്തായാലും ഗായളിന് മനസ്സിൽ എല്ലാവിധ നന്മകളും പറഞ്ഞുകൊണ്ടാണ് അവളുടെ ഫസ്റ്റ് ലവന് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നത്. ഗായൾ നോക്കുമ്പോൾ ജിയൂണിനെ കാണാനില്ല. അങ്ങനെ അവളുടെ പുറകെ ചെല്ലും, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പ്രപ്പോസ് ചെയ്യും. അവൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, പക്ഷെ ടൈമിംഗ് തെറ്റിപ്പോയി. പിറ്റേ ദിവസം ക്യാൻ എത്തുന്ന സമയത്ത് തന്നെയാണ് ജിയൂണും ഓഫീസിലേക്ക് വരുന്നത്. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവും. നിങ്ങൾ വീണ്ടും ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ എന്നാണ് ക്യാൻ ചോദിക്കുന്നത്. ഇല്ല, ഇന്നലെ ഞങ്ങളുടെ ഫൈനൽ ബ്രേക്കപ്പ് ആയിരുന്നു എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ വീക്കെൻഡ് ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് ക്യാൻ ജിയൂണിന്റെ അടുത്ത് ചോദിക്കും.